വളരെയധികം പുഷ്ടിയുള്ള ഈ സമയത്ത് നമ്മുടെ ശരീരത്തിന് വിസർഗകാലമായിട്ട് ആരോഗ്യത്തിന് പ്രധാനം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആഹാരത്തിൻ്റെ ഒരു ഭാഗത്തോടൊപ്പം തന്നെ കർക്കിടക ചികിത്സയും പ്രാധാന്യമാണ്. അപ്പോൾ കർക്കിടകം 1-ാം തീയതി മുതൽ കേരളത്തിൽ എല്ലാവരും ഒരു കർക്കിടക ചികിത്സ അല്ലെങ്കിൽ ശരീര ശുദ്ധി വരുത്തുന്ന ഒരു ചികിത്സാ രീതി ഇന്ന് കേരളത്തിൽ മുൻകാലങ്ങളിൽ തന്നെ നമ്മുടെ വൈദ്യന്മാർ അനുഷ്ഠിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ഒരു ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇന്ന് കർക്കിടക കഞ്ഞി കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇൻക്ലൂഡിങ് കുടുംബശ്രീക്കാർ വരെ ഇന്ന് കഞ്ഞിക്കൂട്ടും, എല്ലാ അമ്പലങ്ങളിൽ വരെ ഇന്ന് കഞ്ഞിക്കൂട്ട് നൽകുന്ന ഒരു കാലഘട്ടമാണ്. ഈ കർക്കിടക കഞ്ഞിക്കൂട്ടും അതുപോലത്തെ രാമായണവും കർക്കിടക ചികിത്സയും അനുഭവിച്ചാൽ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് അസുഖം വരില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രയും നല്ല ഒരു ചികിത്സാ രീതിയാണ് കർക്കിടക കഞ്ഞിയും കർക്കിടക ചികിത്സാ രീതിയും. പച്ചമരുന്നുകൾ, ഘൃതയോഗങ്ങൾ, എണ്ണകൾ, വടികകൾ, ഗുളികകൾ, കഷായങ്ങൾ, അരിഷ്ടങ്ങൾ തുടങ്ങി പലതരം മരുന്നുകൾ ആയുർവേദത്തിൽ നൂറ്റാണ്ടുകളായി ഉപയോഗിക്കപ്പെടുന്നു. കാലം, ശരീരപ്രകൃതി എന്നിവയനുസരിച്ച് നേരത്തെ കൂട്ടി തയ്യാറാക്കി സൂക്ഷിച്ചു വെച്ചതും തത്സമയം തയ്യാറാക്കുന്നതുമായ മരുന്നുകൂട്ടുകൾ രോഗത്തിന് എന്നതിനേക്കാൾ രോഗപ്രതിരോധം എന്ന നിലയ്ക്കും പ്രയോഗിക്കപ്പെടുന്നു. ആയുർവേദം ഒരു പ്രാചീന വൈദ്യശാസ്ത്ര രീതിയാണെങ്കിലും ആധുനിക കാലത്ത് വികസിച്ചു വന്ന സാങ്കേതിക സൗകര്യങ്ങളും അറിവുകളും പ്രായോഗികതയും സമന്വയിപ്പിക്കാൻ ഈ രംഗത്തെ വിദഗ്ധർ ഇന്നും പരിശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടുതന്നെ ലോകമെങ്ങുമുള്ള അംഗീകാരവും സ്വീകാര്യതയും ഇന്ന് ആയുർവേദത്തിന് ലഭിക്കുന്നു. ലോകത്തിലെ ആരോഗ്യശാസ്ത്ര സംഘടനകളുടെ അംഗീകാരം നേടിയ ഗുണനിലവാരം പുലർത്തുന്ന മരുന്നുകൾ മാത്രമാണ് ഉൽപ്പാദിക്കപ്പെടുന്നത് എന്ന് ഉറപ്പുവരുത്താനുള്ള സർക്കാർ സംവിധാനങ്ങൾ ഇന്നുണ്ട്. കർക്കിടക ചികിത്സയാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത്. അതിൻ്റെ പഞ്ചകർമ്മ ചികിത്സേൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇലക്കിഴിയാണ്. ഇതൊരു വേർപ്പിക്കൽ ട്രീറ്റ്മെൻറ്റാണ് പഞ്ചകർമ്മയിൽ ചെയ്യുന്നത്. ഇലക്കിഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചേരുവകളെക്കുറിച്ച് ഞങ്ങൾ നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ: നല്ലെണ്ണ, നാളികേരം, ആവണക്കിൻ്റെ ഇല, കരുനച്ചി ഇല, സഹചരത്തിൻ്റെ ഇല, പുളിയില, എരിക്ക് ഇല, വാതക്കൊള്ളി ഇല. ഇതല്ലാതെ മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, റാസ്നാപ്പൊടി, ശതകുപ്പപ്പൊടി, പിന്നെ നാരങ്ങ. നമ്മൾ സാധാരണ ഇലക്കിഴി ഉണ്ടാക്കുന്നത് ഉരുളിയിലാണ്. ആദ്യമായിട്ട് എള്ളെണ്ണ എടുത്ത് പകുതി എള്ളെണ്ണ, 50 മില്ലി എള്ളെണ്ണ എടുത്തതിൽ പകുതി ആദ്യം ഉരുളിയിലോട്ട് ഇടുന്നു. അടുത്തതായിട്ട് നാരങ്ങ, ഈ എണ്ണയിൽ നാരങ്ങ നന്നായി വെന്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇലകളെല്ലാം അതിലോട്ട് ചേർക്കുക. ഇതിൽ പുളിയില മാത്രം ലാസ്റ്റ് ചേർക്കണം. എന്തെന്നാൽ ആദ്യം തന്നെ ചേർത്താൽ ഇത് വെന്തു പോകും. ഇലകളൊക്കെ വാടാൻ തുടങ്ങുമ്പോൾ ബാക്കിയുള്ള എണ്ണയും കൂടി അതിലോട്ട് ഒഴിക്കുക.
ഇപ്പോൾ പുളിയിലയും കൂടി ഇടുക. ഇലകളെല്ലാം വാടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അതിലോട്ട് ഇടണം. നാളികേരം, സൈന്ധവലവണം, ശതകുപ്പ, രാസ്നാചൂർണം, ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇപ്പോൾ ഇലകളെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതല്ലാതെ ഇലകൾ വാടിയിട്ടുമുണ്ട്. അപ്പോൾ കിഴി കെട്ടാൻ ഇത് സിദ്ധമാണ്. കിഴി കെട്ടാനുള്ള തുണി 18x18 ഇഞ്ചിൻ്റെ ലെങ്ത്തിലാണ് കട്ട് ചെയ്തെടുക്കുക. അതിലേനെ കിഴി കെട്ടാൻ നോക്കാം. അടുത്തതായിട്ട് ഇതിന് 4 കോണുകളും പിടിച്ച് കിഴി കെട്ടും. സാധാരണ ഒരു കിഴീൻ്റെ ഭാരം 250 ഗ്രാംസിനും 300 ഗ്രാംസിൻ്റെ നടുക്കായിരിക്കും. എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒരു പേഷ്യൻറ്റിന്, ഒരു രോഗിയെ ആദ്യം ശരീരം മുഴുവനും എണ്ണ തേപ്പിക്കും. എണ്ണ തേപ്പിച്ച് കഴിഞ്ഞിട്ട്, അതെന്ന് പറഞ്ഞാൽ അഭ്യംഗമാണ് ആയുർവേദത്തിൽ പറഞ്ഞാൽ. അഭ്യംഗം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ കിഴികളെ എണ്ണയിൽ മുക്കിയിട്ട് അതിൻ്റെ ചൂടാണ് ശരീരത്തിൻ്റെ മുകളിൽ കൊടുക്കുക. ഇലക്കിഴി സാധാരണമായിട്ട് അസ്ഥിസമ്പന്നമായ രോഗങ്ങൾക്കും ഇലക്കിഴി ഫലപ്രദമാണ്. പ്രധാനമായിട്ടും പക്ഷാഘാതം, സന്ധിഗതവാതം, വാതരക്തം മുതലായ അസുഖങ്ങൾക്ക് ഇലക്കിഴി വളരെ ഫലപ്രദമാണ്. ആയുർവേദത്തിൽ അശുദ്ധിയാണ് രോഗം എന്നും ശുദ്ധീകരണമാണ് ചികിത്സ എന്നും നൈർമല്യമാണ് ആരോഗ്യം എന്നുമാണ് പറയാം. അപ്പോൾ ശരീരത്തിനെ പരമാവധി പരിശുദ്ധമാക്കി നിലനിർത്താൻ, നൈർമല്യത്തോടെ നിലനിർത്താൻ വേണ്ടി എന്തൊക്കെ സമ്പ്രദായങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു അതൊക്കെ തന്നെ ചികിത്സയിൽപ്പെടും. അതിലേറ്റവും പ്രധാനമാണ് ശുദ്ധീകരണം എന്ന് പറയുന്ന പഞ്ചകർമ്മം. വാക്കുകൊണ്ട് പഞ്ചകർമ്മം 5 കർമ്മങ്ങളാണ്. അതായത് വമനം, രേചനം, നസ്യം, നിരൂഹശ്ചാനുവാസനം, ഏതാനി പഞ്ചകർമാണി കഥിതാനി മുനീശ്വരൈഹി എന്ന് പറയും. അതായത് വമനം, വിരേചനം, വസ്തി, നസ്യം എന്നും രക്തമോക്ഷണത്തിന് വേണമെന്നും വേണ്ട എന്നും അഭിപ്രായമുള്ള 2 തരത്തിലായിട്ട് പറയുന്നുണ്ട്. അതായത് വസ്തിയുടെ 2 വിഭാഗങ്ങളെ ചേർത്ത് രക്തമോക്ഷണത്തിനെ ഉൾപ്പെടുത്താതെ പഞ്ചകർമ്മം എന്നും, രക്തമോക്ഷണത്തിനെ ചേർത്തുകൊണ്ട് പഞ്ചകർമ്മം എന്നും 2 അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും പൊതുവെ ശരീരത്തിനെ ശുദ്ധീകരിക്കുന്ന ചികിത്സകളൊക്കെ പഞ്ചകർമ്മത്തിൻ്റെ കീഴിൽ വരും.